നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ദേവസ്വം ബോർഡ് അംഗം കെ.പി. ശങ്കരദാസ് വീണ്ടും ഐസിയുവിൽ. ഇത് അയ്യപ്പ ശാപം തന്നെയെന്ന് പറയാം. പക്ഷാഘാതത്തെ തുടർന്ന് ശങ്കരദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പൂർണ്ണ രോഗമുക്തി നേടിയതിനെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ നിന്നും ശങ്കരദാസിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർമാർ തീരുമാനിച്ചു. ഇതിനിടെ അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങൾ ശങ്കരദാസിനുണ്ടായി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിൽ രക്തസമ്മർദ്ദം ഉയർന്നു. ഇതോടെ വീണ്ടും ഐസിയുവിലേക്ക് മാറ്റി. ശബരിമല കൊള്ളയിൽ പ്രതിസ്ഥാനത്താണ് ശങ്കരദാസ്. സുപ്രീം കോടതിയിൽ പോലും അറസ്റ്റ് തടയാനുള്ള നിയമ പോരാട്ടം നടത്തി. എന്നാൽ ഫലം കണ്ടില്ല. ഇതിനിടെയാണ് പക്ഷാഘാതം വന്ന് ആശുപത്രിയിലെത്തിയത്. ഇതോടെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. വീണ്ടും ഐസിയുവിലായതോടെ ഇനിയും അറസ്റ്റ് നീളും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. ഇതോടെ ശബരിമല കൊള്ളക്കേസിലെ നിർണായകമായ അറസ്റ്റ് നടപടികൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി. ശബരിമലയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളിൽ പ്രതിയായ ശങ്കരദാസ് അറസ്റ്റ് ഒഴിവാക്കാനായി സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയിരുന്നു. എന്നാൽ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ലഭിക്കാതിരുന്നതോടെ അന്വേഷണ സംഘം അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില പൂർണ്ണമായും സാധാരണ നിലയിലായാൽ മാത്രമേ നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണം ഉയരുന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിനെ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. കേരളത്തിന് പുറത്തുനിന്നുള്ള ഡോക്ടർമാരെ കൊണ്ട് ആരോഗ്യനില പരിശോധിപ്പിക്കണമെന്ന ആവശ്യവുമുണ്ട്. ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണ ഉരുപ്പടികളിലും സ്വർണ്ണാഭരണങ്ങളിലും കുറവുണ്ടായതുമായി ബന്ധപ്പെട്ട കേസിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് സംശയിക്കപ്പെട്ടിരുന്നു. ഇതിനെയാണ് ശബരിമല കൊള്ള എന്ന പല റിപ്പോർട്ടുകളും പരാമർശിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കാലയളവിൽ ചട്ടങ്ങൾ ലംഘിച്ച് കരാറുകൾ നൽകിയെന്നും ബോർഡിന്റെ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചെന്നും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും നടന്നിരുന്നു. ഈ കേസുകളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതി വരെ സമീപിച്ചത്. എന്നാൽ കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് അറസ്റ്റ് അനിവാര്യമായത്. ചുരുക്കത്തിൽ ശബരിമലയിലെ ഭക്തരുടെ കാണിക്കയായും മറ്റും ലഭിക്കുന്ന പണത്തിലും സ്വർണത്തിലും വലിയ തോതിലുള്ള ക്രമക്കേട് നടത്തിയെന്നാണ് ശങ്കരദാസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം. നിലവിൽ അസുഖം കാരണം ആശുപത്രിയിൽ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് പോലീസിന് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തത്. ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പുപാളികൾ സ്ഥാപിച്ചു കടത്തിയെന്ന സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് എന്നിവരിലേക്കും അന്വേഷണം നീളുമ്പോൾ മുൻ ബോർഡ് അംഗം കെ.പി. ശങ്കരദാസിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കാം. കേസിൽ ഇതിനോടകം തന്ത്രി കണ്ഠര് രാജീവർ ഉൾപ്പെടെ 11 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷാഘാതം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ശങ്കരദാസിനെ ചോദ്യം ചെയ്യുന്നത് തടയാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇത് അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ബോർഡ് റിപ്പോർട്ട് അനുകൂലമായാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും. 2019 മാർച്ചിൽ നടന്ന ബോർഡ് യുഗത്തിന്റെ മിനിറ്റ്സിൽ വരുത്തിയ തിരുത്തലാണ് ശങ്കരദാസിനും പത്മകുമാറിനും തിരിച്ചടിയായത്. സ്വർണം പൊതിഞ്ഞ പിത്തള എന്ന ഭാഗം വെട്ടി ചെമ്പ് എന്ന് പത്മകുമാർ മാറ്റി എഴുതിയതിനും അതിൽ ശങ്കരദാസ് ഒപ്പിട്ടതിനും തെളിവ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിച്ച ശേഷം അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. അതായത് ഓരോരുത്തരായിട്ട് അറസ്റ്റിലാകുന്നത് കണ്ട് കെ.പി. ശങ്കരദാസും ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു കൊള്ള നടന്നിട്ടുള്ള സമയത്ത് മുൻ ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ ഓരോരുത്തരായി അഴിക്കുള്ളിലേക്ക് ആവുകയാണ്. ഏറ്റവും ഒടുവിലായി തന്ത്രി കണ്ഠര് രാജീവർ അറസ്റ്റിലായതോടുകൂടി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുണ്ടായിരുന്ന അറസ്റ്റ് ആയിരുന്നു തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റോട് കൂടിയിട്ട് കണ്ടിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തന്നെ ഇത്തരത്തിലുള്ള അറസ്റ്റ് ചില പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷ നേതാക്കളെ ഭയത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ അതിജീവിതയും രംഗത്ത് വന്നതോടുകൂടി ആ വിഷയവും ഇപ്പോൾ ഏറെക്കുറെ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നത് പാർട്ടികൾക്കെല്ലാം തന്നെ ക്ഷീണമാണ്. അതുതന്നെയാണ് ഇവിടെ ശബരിമല കൊള്ളയിലും സംഭവിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും ഉന്നതിലേക്ക് എത്താതിരിക്കാനുള്ള അടവാണോ ഇത്തരത്തിലുള്ള ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഈ ഒരു അസുഖം എന്നുള്ള സംശയം കൂടിയാണ് അന്വേഷണ സംഘം ഉയർത്തുന്നത്.
തീർച്ചയായിട്ടും തന്ത്രി വരെ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി ആര് തന്നെയാണെങ്കിലും, മുൻ ബോർഡംഗം ആര് തന്നെയാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ കൊള്ളയിൽ നിന്ന് പങ്കുപറ്റിയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ശബരിമല കൊള്ളയിൽ അന്വേഷണ സംഘം നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.